ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ഒബീസിറ്റി, ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, പല രീതിയിൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ട ആൾക്കാർ, ഇതൊക്കെ ഉള്ള സമയത്തും നമ്മുടെ ആചാരങ്ങളൊക്കെ ഇന്നും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ശരിയായ രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണ്ടേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ജീവിത രീതി മൊത്തത്തിൽ മാറിപ്പോയി. അതായത് ഡെയിലി ആക്ടിവിറ്റിയുടെ സ്റ്റൈല് മാറി. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അലക്ക് കല്ലിൽ അടിച്ച് നനച്ച് തുണി അലക്കിയിരുന്ന ആൾക്കാർ ഇന്ന് വാഷിംഗ് മെഷീനിലേക്ക് മാറി. അരകല്ലിലും അമ്മിക്കല്ലിലും ഒരലിലും അരക്കലും പൊടിക്കലും ചെയ്തിരുന്ന നമ്മൾ ഓരോരുത്തരും സ്വിച്ചിട്ട വർക്ക് ചെയ്യുന്ന മിക്സിയിലേക്ക് മാറി. ഇരുന്നും കുനിഞ്ഞും അടിച്ച് തുടച്ച് വീട് മുഴുവൻ വൃത്തിയാക്കിയിരുന്ന ഓരോ വ്യക്തികളും ഇന്ന് വാക്യൂം ക്ലീനറിലേക്ക് മാറി. നടന്ന് ജോലിക്കും കൃഷി സ്ഥലങ്ങളിലേക്കും അതുപോലെ അമ്പലത്തിലേക്കും പള്ളികളിലേക്കും പോയിരുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് കാറിലും സ്കൂട്ടറിലും മാറി. എല്ലാ ശീലങ്ങളും നമ്മുടെ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. അതെന്താണെന്നറിയോ? നമ്മുടെ ഭക്ഷണ രീതി ഇപ്പോഴും നമ്മുടെ കാരണവന്മാരും നമ്മുടെ പഴയ തലമുറ കഴിച്ചിരുന്ന രീതികളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ അവർ ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലി അല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കാരണവന്മാർ രാവിലെ 5 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റിരുന്നു. മൈലുകളോളം നടന്ന് അവരുടെ കൃഷിയിടങ്ങളിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്കോ അവർ പോയിരുന്നു. വളരെ ഭാരമുള്ള ജോലികൾ, അതായത് വളരെയധികം ഹെവി ആയിട്ടുള്ള ലോഡുകൾ എടുക്കലോ കൃഷി സ്ഥലങ്ങളിൽ കിളച്ച് പണിയെടുക്കലോ ഒക്കെ ആയിട്ട് ശരീരം നല്ലോണം അനങ്ങുന്ന വിധം ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ AC-യോ ലിഫ്റ്റോ എസ്കലേറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകളും അങ്ങനെ തന്നെയായിരുന്നു. അവരും ഒരു നേരം പോലും വീട്ടിൽ വെറുതെ ഇരുന്ന് കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അവർക്ക് എല്ലാ പണികളും ചെയ്തു തീർക്കാനായിട്ടുള്ള സമയം പോലും തികയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ജീവിത ശൈലിയിലുണ്ടായിരുന്നപ്പോൾ ഒരു 3000-4000 കലോറി വരെയൊക്കെ ഈസി ആയിട്ട് ബേൺ ചെയ്തിരുന്ന രീതിയിൽ നമ്മുടെ ശരീരം അനങ്ങിയിരുന്നു. വളരെ കലോറി റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചാലും അവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ജീവിതശൈലി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ മസിൽസിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. കുറച്ച് ബാക്കി വരുന്ന ഗ്ലൂക്കോസ് മാത്രം ഫാറ്റായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഫാറ്റായിട്ട് മാറുന്നത് ആ ഗ്ലൂക്കോസിന് അവിടെ ചെന്ന് ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. അതിനുള്ള വഴി നമ്മളാരും ഒരുക്കി കൊടുക്കുന്നില്ല. ഹെവി ഫുഡ് പ്ലസ് ലൈറ്റ് ആക്ടിവിറ്റി ഇസ് ഈക്വൽ ടു ഹെവി ബോഡി ആൻഡ് ഡിസീസ് ആണ്. നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതശൈലിയുള്ള തലമുറയുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതശൈലി മാറി, ഭക്ഷണ രീതി ഇനി മാറണം. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇത് നമുക്ക് നോയമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും ഇന്നത്തെ ജീവിതശൈലി മാറിയ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ പറയുന്ന ഭക്ഷണ രീതികൾ. വളരെയധികം ശ്രദ്ധിക്കണം. സേ നോ ടു ഫ്രൈഡ് items, sugar drinks, sweets, and say yes to fiber, protein, and turn yourself into a healthier you.